അങ്ങനെ സുജാത വീണ്ടും യൂ ടേൺ അടിച്ച് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലാണ് തന്നെ കാണിക്കുന്നത് കൃഷ് അമ്മയ്ക്ക് മരുന്നും വെള്ളമെല്ലാം എടുത്ത് കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് സുജാത കൃഷിന്റെ കയ്യിൽ നിന്ന് വെള്ളം മരുന്നെല്ലാം വാങ്ങി കഴിച്ച് ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് ഇവരുടെ ആ മുറിയിലേക്ക് സാഗറും ആന്റിയമ്മയും കൃപയും കൺമണിയും കൂടി വരികയാണ്. തുടർന്ന് അവർ 4 പേര് സന്തോഷത്തോടു കൂടിയാണ് വരുന്നത്. തുടർന്ന് അവരുടെ ഈ വരവ് കണ്ട് സുജാത പിന്നെ ഇവരോട് നിങ്ങൾ ഇത് എങ്ങോട്ടാണെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് സാഗറും ആന്റിയമ്മയും ഞങ്ങൾ ആന്റിയമ്മയ്ക്ക് ഇന്ന് ചെക്കപ്പ് ഉണ്ട്, അതുകൊണ്ട് പുറത്തു പോവുകയാണെന്ന് പറയുകയാണ്. തുടർന്ന് കൃപ പിന്നെ അമ്മയോട് ഇവർ ചെക്കപ്പിന് പോകുമ്പോൾ ബാക്കി സമയത്ത് ഞങ്ങൾ ഷോപ്പിംഗ് നടത്താൻ പോവുകയാണ്, ഞാൻ കൺമണിയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ് അയ്യോ നിങ്ങളെല്ലാവരും പോയാൽ ശരിയാകില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃപ പിന്നെ കൃഷ്ണനോട് അതെന്താ ശരിയാകാത്ത, ചേട്ടൻ അമ്മയ്ക്കൊപ്പം ഉണ്ടല്ലോ, പിന്നെ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ ദേ പോയി ദാ വന്നു എന്ന് പറയുകയാണ് കൃപ. എന്നാൽ ഇതെല്ലാം കണ്ട് സുജാത പിന്നെ സാഗറിനോട് ഇതെന്താ നിങ്ങളെല്ലാവരും കരുതിക്കൂട്ടി ഇവിടുന്ന് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃപ പിന്നെ അമ്മയെ കളിയാക്കുകയാണ്. കണക്കായി പോയി, ശരിയാണ് അമ്മ പറഞ്ഞു, ഞങ്ങൾ താഴെ നിന്ന് ഗൂഢാലോചന നടത്തി ഞങ്ങളെല്ലാം കരുതി കൂട്ടി ഇവിടുന്ന് പോവുകയാണ്, അതിലിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ചേട്ടൻ ഇവിടെ അമ്മയ്ക്ക് കൂട്ടായിട്ടിരിക്കെ ഞങ്ങൾ ദേ പോയിട്ട് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ 4 പേര് താഴേക്ക് ചെല്ലുകയാണ്. എന്നാൽ താഴെ എത്തിയ ശേഷം കൃപ പിന്നെ അച്ഛനോട് അച്ഛ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്, ഞാൻ കണ്ണി കുട്ടിക്കൊണ്ട് ഷോപ്പിങ്ങിന് പോവുകയാണ്, ഇപ്പോഴല്ലേ ഇതിനൊക്കെ ഒരു അവസരം കിട്ടൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ 4 പേരും അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോവുകയാണ്. തുറന്ന് കാണിക്കുന്നത് കൃപയും കൺമണിയും ഒരു കായലിന്റെ തീരത്ത് നിന്ന് സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ചിപ്സ് എല്ലാം കഴിച്ചുകൊണ്ട് വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. തുടർന്ന് കൃപ പിന്നെ $1 million ചോദ്യം കൺമണിയോട് ചോദിക്കുകയാണ്. ഞാൻ കൺമണിയോട് ഒരു കാര്യം ചോദിക്കട്ടെ, എന്റെ ചേട്ടന്റെ ഈ സത്യങ്ങളെല്ലാം കേട്ട് കൺമണിക്ക് എന്ത് തോന്നി എന്ന് ചോദിക്കുകയാണ്. ചേട്ടനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് കൺമണിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട് കൺമണിക്ക് ദേഷ്യം വരികയാണ്. തുടർന്ന് കൺമണി പിന്നെ കൃപയ്ക്കിട്ടൊരു പണി കൊടുക്കുന്നതിന് വേണ്ടി ശരിയാണ് കൃപ, നീ ചോദിച്ചത് നല്ലൊരു ചോദ്യം തന്നെയാണ്, അങ്ങനെ ഞാൻ കേട്ടപ്പോൾ എനിക്ക് കൃഷ്ണ കല്യാണം കഴിക്കാനേ തോന്നിയില്ല എന്ന് പറയുകയാണ്. ഞാൻ എന്തിന് കൃഷ്ണ കല്യാണം കഴിക്കണം, ഞാൻ വലിയ വലിയ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കുമെന്ന് എന്റെ ജാതകത്തിലുള്ളതാണ്, അങ്ങനെയുള്ളപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ എന്തിനാണ് കൃഷ്ണ കല്യാണം കഴിക്കുന്നത്, പണ്ടായിരുന്നെങ്കിൽ ഞാൻ വല്ല രാജകുമാരനെ കല്യാണം കഴിക്കുമായിരുന്നു, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഞാൻ പിന്നെ എന്തിനാണ് കൃഷ്ണ കല്യാണം കഴിക്കാൻ നടക്കുന്നത്. എന്നാൽ അത് കേട്ട് ഞെട്ടിക്കിളി പോയി നിൽക്കുകയാണ് കൃപ. തുടർന്ന് കൃപ പിന്നെ കൺമണിയോട് സത്യം പറ കൺമണി, കൺമണി എന്നെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. തുടർന്ന് വീണ്ടും കൺമണി കൃപയെ ഒന്ന് വട്ട് കളിപ്പിക്കുകയാണ്. നിനക്ക് പിന്നെ എന്താണ് തോന്നിയതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൃപ എനിക്കറിയാമായിരുന്നോ, കൺമണി എന്നെ വട്ട് കളിപ്പിച്ചതാണ്. തുടർന്ന് കൺമണി പിന്നെ കൃപയോട് ഞാൻ ക്രിട്ട് സാറിന് ഇഷ്ടപ്പെട്ടത് മറ്റൊന്നും കണ്ടല്ല, ക്രിട്ട് സാറിന്റെ കുടുംബത്തെ കുറിച്ചോ സ്വത്തിനെ കുറിച്ചോ ഒന്നും ചിന്തിച്ചുകൊണ്ടല്ല എന്ന് പറയുകയാണ്, ഞാൻ ക്രിട്ട് സാറിനെയാണ് ഇഷ്ടപ്പെട്ടത്. എന്നാൽ ആ മറുപടി കേട്ട് കൃപയ്ക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് കൃപ പിന്നെ കൺമണിയോട് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്കിന്ന് വീട്ടിൽ ചെന്നതിന് ശേഷം നിങ്ങളുടെ 2 പേരെ കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കാം. എന്നാൽ അത് കേട്ട് കൺമണി അതെന്തിനാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. എന്നാൽ അത് കേട്ട് കൃപ എനിക്കും വയസ്സ് കയറി വരികയാണ് മോളെ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്ക് കല്യാണം കഴിക്കാൻ. എന്നാൽ അത് കേട്ട് കൺമണി വീട്ടിൽ കൃപയെ ഒന്ന് കളിയാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് വീട്ടിൽ എത്തിയ ശേഷം നിന്റെ കല്യാണക്കാര്യം തന്നെ നമുക്ക് ആദ്യം പറയാം. എന്നാൽ അത് കേട്ട് കൃപ അയ്യോ കൺമണി ചതിക്കല്ലേ, അമ്മ എന്നെ വെച്ചേക്കില്ല എന്ന് പറയുകയാണ്. തുറന്ന് കാണിക്കുന്ന കൃഷാണ്. കൃഷ് സുജാതയുടെ മടിയിൽ കിടന്നിങ്ങനെ ഉറങ്ങുകയാണ്. തുറന്ന് കാണിക്കുന്നത് സാഗറാണ്. സാഗറും ആന്റിയമ്മയും ഡോക്ടറെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണ്. തുടർന്ന് അവർ 2 പേരും സംസാരിക്കുന്നത് സുജാതയുടെയും കൃഷ്ണന്റെയും കാര്യമാണ്. നോക്കിക്കോ സാഗർ, നമ്മൾ വീട്ടിലെത്തുമ്പോൾ അവർ 2 പേരും ഒന്നായി മാറുമെന്ന് പറയുകയാണ്. തുടർന്ന് സാഗറും പിന്നെ കൃഷ്ണനെ കുറിച്ചോ സുജാതയെ കുറിച്ചും ഇങ്ങനെ വാഞ്ഞോളം പുകഴ്ത്തി പറയുകയാണ്. അവർക്ക് അങ്ങനെ പിരിയാനൊന്നും സാധിക്കില്ല ആന്റിയമ്മേ, എന്നാലും 2 പേരുടെ വാശി അതാണ് സഹിച്ചുകൂടാത്തത്. തുറന്നു കാണിക്കുന്നത് വീണ്ടും സുജാതയുമാണ്. കൃഷി സുജാതയുടെ മടിയിൽ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. പെട്ടെന്ന് കൃഷി ചാടി എഴുന്നേൽക്കുകയാണ്. അയ്യോ അമ്മേ, സോറി അമ്മേ, ഞാൻ അമ്മയെ നോക്കാനാണ് ഇരുന്നത്, പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി, അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഉറങ്ങിയിട്ട് കുറെ നേരമായോ എന്ന് ചോദിക്കുകയാണ്. ഞാനൊരു കാര്യം ചെയ്യാം, അമ്മയ്ക്ക് കാപ്പി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കൃഷി അടുക്കളയിലേക്ക് പോകാൻ നേരം സുജാത കൃഷ്ണനെ വിളിക്കുകയാണ്. കൃഷ് അവിടെ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് സുജാത നല്ല ഗൗരവത്തിൽ കൃഷ്ണന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുറന്ന കൃഷി പിന്നെ സുജാതയോട് അമ്മയ്ക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. തുറന്ന സുജാത നല്ല ഗൗരവത്തിൽ പിന്നെ കൃഷ്ണനോട് എനിക്കൊരു കാര്യം അറിയണം, എന്റെ മകൻ ബലരാമൻ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. നീ എന്റെ മകൻ ബലരാമനെ എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കൃഷ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഇവരുടെ വീട്ടിലേക്ക് മാനസ വരികയാണ്. കൃഷും സാഗറും തമ്മിലുള്ള പ്രശ്നം എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടി മണം പിടിച്ചു വന്നിരിക്കുകയാണ് മാനസ. തുറന്ന മാനസ വീടിന്റെ ഗേറ്റ് എല്ലാം തുറന്ന് വീടിന്റെ ഡോറെല്ലാം തുറന്ന് അകത്തേക്ക് കയറി ചെല്ലുകയാണ്, മുകളിലേക്ക് നോക്കുകയാണ്. ഈ സമയത്താണ് ഇത്രയും വലിയ ഗൗരവമുള്ള കാര്യം പറഞ്ഞുകൊണ്ട് സുജാതി കൃഷി മുകളിൽ സംസാരിക്കുന്ന. തുറന്ന് കൃഷി ഒന്നും പറയാനാകാതെ ഇങ്ങനെ പതറി നിൽക്കുകയാണ്. എനിക്കറിയില്ലാമേ,
ബലരാമേട്ടൻ ചേട്ടൻ എങ്ങോട്ടാണ് പോയതെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ സുജാത നല്ല ഗൗരവത്തിൽ വീണ്ടും കൃഷ്ണയോട് എനിക്കറിയണം, എന്റെ മകൻ എവിടെയാണ്, എന്റെ മോൻ ബലരാമൻ എവിടെ പോയെന്ന് എനിക്കറിയണം, എന്റെ മോനെ നീ എന്താടാ ചെയ്തത്, നീ അറിയാതെ ഒന്നും ഉണ്ടാകില്ല, സത്യം പറ, ബലരാമൻ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കൃഷ്. എന്നാൽ ഇതെല്ലാം കേട്ട് താഴെ കിളി പോയി നിൽക്കുകയാണ് മാനസ്. ഇതെന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? തുടർന്ന് വീണ്ടും സുജാത കൃഷ്ണനോട് എനിക്കറിയാം, നീയും നിന്റെ അച്ഛനും എന്തോ കാണിച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ടി സാഗർ എന്തും ചെയ്യും, എനിക്കറിയണം, ബലരാമനെ നീ കൊന്നോ കുഴിച്ചു മൂടിയോ, എന്താണ് ബലരാമന് സംഭവിച്ചത്, എനിക്കത് അറിഞ്ഞേ പറ്റൂ എന്ന് കരിച്ചു തുള്ളിക്കൊണ്ട് പറഞ്ഞു നിൽക്കുകയാണ് സുജാത. എന്നാൽ കൃഷ് അമ്മ ഇങ്ങനെ ഓന്ത് നിറം മാറിയ പോലെ മാറിയത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. കൃഷ് ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് കൃഷ് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകാൻ നേരം സുജാത കൃഷ്ണന്റെ പുറകെ ചെന്ന് കൃഷ്ണനെ വീണ്ടും തടയുകയാണ്. നീ ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കട്ടക്കളിപ്പിൽ നിൽക്കുകയാണ് സുജാത. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.